മുജ്ജന്മം, പുനർജന്മം പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തിയ വിഷയങ്ങളാണിത്. പല മതങ്ങളും ഒരുപോലെ വിശദീകരിച്ചവ. ഹിന്ദുമത വിശ്വാസത്തിൽ പറയുന്നു ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യനായി ജനിക്കുന്നത് എന്നും അതിനുശേഷം ഹരിപാദം പോകുമെന്നും, അതായത് മനുഷ്യന്റെ ജന്മമാണ് ഏറ്റവും അവസാനത്തെ ജന്മം എന്ന്. അങ്ങനെയെങ്കിൽ പുനർജന്മത്തെക്കുറിച്ചും മുജ്ജന്മത്തെക്കുറിച്ചുമുള്ള അനുഭവങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുമോ? പുതിയ പഠനങ്ങൾ പറയുന്നു അതിനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തായിരുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. സൈക്കോളജി പറയുന്നു അതിനുള്ള സാധ്യതയുമുണ്ട് എന്ന്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. നിങ്ങളിൽ എത്ര പേർ കണ്ടു എന്നെനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു റീൽ കണ്ടു. ഗുരുവായൂരാണ് സംഭവം നടന്നത്. ജനിച്ച് 4.5 വയസ്സ് വരെ സംസാരിക്കാതിരുന്ന ഒരു കുട്ടി പെട്ടെന്നൊരു ദിവസം സംസാരിച്ചു തുടങ്ങി, വ്യക്തമായി. അതിലിപ്പോൾ അത്ഭുതപ്പെടാൻ എന്താണുള്ളത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. കുട്ടി സംസാരിച്ചത് മലയാളത്തിലല്ല, നല്ല വ്യക്തമായ അമേരിക്കൻ ആക്സെന്റിൽ, ഇംഗ്ലീഷിലാണ്. വെറും 7ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള അവൻ്റെ പിതാവ് അവനോട് സംസാരിക്കാനായി ഇംഗ്ലീഷ് പഠിക്കേണ്ട അവസ്ഥയിലാണ് എന്നാണ് 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ വിശദീകരിച്ചത്. ഒരു അംഗനവാടി വിദ്യാർത്ഥി സംസാരിക്കുന്നത് പോലെയല്ല അവൻ സംസാരിക്കുന്നത്. അവൻ്റെ സംസാരം കേട്ടാൽ ആർക്കും മനസ്സിലാകും. വിദേശത്ത് ജനിച്ചു വളർന്ന ഒരു കുട്ടി എപ്രകാരമാണോ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അപ്രകാരമാണ് അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അത് ചിലപ്പോൾ അവൻ കാണുന്ന കാർട്ടൂണിലൂടെയാകാം, അതുമല്ലെങ്കിൽ അവൻ കളിക്കുന്ന ഗെയിമുകളിലൂടെയാവാം, അതുമല്ലെങ്കിൽ നമുക്കറിയാത്ത മറ്റെന്തെങ്കിലും വിഷയത്തിലൂടെയാവാം. അത്തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ ആ വീഡിയോയ്ക്ക് താഴെ നമുക്ക് വായിക്കാൻ സാധിക്കും. എന്നാൽ ആ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ഒരു കമൻറ്റ് അത് പറയുന്നത് ഇങ്ങനെയാണ്: നാളെ നമ്മൾ കേൾക്കാൻ പോകുന്നൊരു വാർത്ത ഞാൻ ഇപ്പോഴേ പറയാം. ഇത് അവൻ്റെ പുനർജന്മമാണ്. കഴിഞ്ഞ ജന്മത്തിൽ അവനൊരു വിദേശിയായിരുന്നു. അത് സർക്കാസ്റ്റിക്കായ ഒരു കമൻ്റ് ആയിരുന്നില്ല. ആ കമൻറ്റിനോടൊപ്പം അദ്ദേഹം പറഞ്ഞിരുന്നു നോർത്തിൽ ഇതുപോലൊരു സംഭവം നടന്നിരുന്നു എന്ന്. ആ കമൻറ്റിന് താഴെ പലരും ഒരു പേര് മെൻഷൻ ചെയ്തിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ ആ പേര് കത്തിക്കാണും. മറ്റാരുമല്ല, ശാന്തി ദേവി. അങ്ങനൊരു പേര് കേൾക്കാത്തവർ അധികം ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ശാന്തി ദേവിയുടെ കഥ പറയും മുമ്പ് അറിയേണ്ട മറ്റൊരു കഥയുണ്ട്. ആ കഥ ആരംഭിക്കുന്നത് 1902 ജനുവരിയിലാണ്. അന്നാണ് അവൾ ജനിക്കുന്നത്. ലഗ്ദി, ഉത്തർപ്രദേശിലെ മഥുരയിൽ. 10ാമത്തെ വയസ്സിൽ തന്നെ അവൾ വിവാഹിതയായി. മഥുരയിലെ ഒരു കച്ചവടക്കാരനായിരുന്നു അവളുടെ ഭർത്താവ്. ലഗ്ദിയുടെ ഭർത്താവായിരുന്ന കേദാർനാഥ് ചബെ. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ വിവാഹമായിരുന്നു അത്. ആദ്യ വിവാഹത്തിലെ ഭാര്യ മരണപ്പെട്ടു പോയിരുന്നു. ലഗ്ദി വളരെയധികം ദൈവവിശ്വാസമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം അവർ മധുരയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അവർ ആഗ്രയിലേക്ക് താമസം മാറ്റി. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലഗ്ദി ഗർഭിണിയായി. ചെറുപ്പത്തിൽ തന്നെ ഗർഭിണിയായതുകൊണ്ടാണോ എന്നറിയില്ല, സിസേറിയനിൽ അവർക്ക് ലഭിച്ചത് മരിച്ചുപോയ ഒരു കുഞ്ഞിനെയായിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും ഗർഭിണിയായി. അതിൽ അവൾക്ക് ആരോഗ്യവാനായ ഒരു ആൺകുഞ്ഞിനെയും ലഭിച്ചു. എന്നാൽ ആ കുഞ്ഞിന്റെ ജനനത്തിനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലഗ്ദി മരണപ്പെടുകയായിരുന്നു. 1926 ഡിസംബർ 11, അതായത് ലഗ്ദി മരണപ്പെട്ട് 1 വർഷവും 7 ദിവസവും കഴിഞ്ഞ് ഡൽഹിയിലെ ഒരു ചെറുപട്ടണമായ ചിരവാല മൊഹല്ലയിൽ ഒരു പെൺകുട്ടി ജനിച്ചു. ആ പെൺകുട്ടിയുടെ പേര് ശാന്തി ദേവി എന്നായിരുന്നു. ജനിക്കുമ്പോൾ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നുവെങ്കിലും അവളുടെ വളർച്ചയെ അങ്ങനെ ആയിരുന്നില്ല ആളുകൾ കണ്ടത്. അവൾ അധികം ആരോടും സംസാരിക്കുമായിരുന്നില്ല. എന്നാൽ അവൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ സംസാരിച്ച വിഷയം സ്വന്തം ഭർത്താവിനെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചുമായിരുന്നു. പറഞ്ഞു വരുന്നത് മുതിർന്നൊരു പെൺകുട്ടിയെക്കുറിച്ചല്ല, കഷ്ടിച്ച 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടിയെക്കുറിച്ചാണ്. അവൾ കുട്ടിക്കാലം മുതൽ പറയുന്നു അവൾക്കൊരു ഭർത്താവുണ്ട്. അദ്ദേഹം ഉത്തർപ്രദേശിലെ മഥുരയിൽ ഒരു തുണിക്കച്ചവടക്കാരനായി ജീവിക്കുകയാണ്. അവർക്ക് ഒരു മകനുണ്ട് എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്തോറും ശാന്തി ദേവിയുടെ രക്ഷിതാക്കളിൽ ഭയം ജനിക്കുകയായിരുന്നു. പലപ്പോഴും ശാന്തി ദേവിയുടെ അമ്മ അവൾക്ക് മിഠായി നൽകുമ്പോൾ അവൾ പറയാറുണ്ട്, എൻ്റെ മഥുരയിൽ വീട്ടിൽ ഇത്തരത്തിൽ ഒരുപാട് മിഠായികൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന്. ഒരിക്കൽ കൗതുകം തോന്നിയ അമ്മ അവളോട് ചോദിച്ചു, നിന്റെ ഭർത്താവ് കാണാൻ എങ്ങനെയാണ് എന്ന്.
അവൾ ആവേശത്തോടുകൂടി ഉത്തരം പറഞ്ഞു, മധുരയിലെ ദ്വാരകാധീശ ക്ഷേത്രത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ കട. അദ്ദേഹം കാണാൻ സുന്ദരനാണ്, പക്ഷേ ഇടത്തെ കവിളിൽ ഒരു അരിമ്പാറയുടെ പാടുണ്ട്, പിന്നെ മുഖത്ത് വലിയൊരു കണ്ണടയും. വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് ഒരിക്കലും ഇങ്ങനെ സങ്കല്പിച്ച് പറയാൻ സാധിക്കില്ല എന്ന് അവരുടെ അച്ഛനമ്മമാർക്കും ഉറപ്പായിരുന്നു. ഒന്നുകിൽ ഇതൊരു ബാധ കയറിയത്, അല്ലെങ്കിൽ ഒരു പുനർജന്മം. പലപ്പോഴും അവൾ കഴിഞ്ഞ ജന്മത്തിലെ മരണത്തെക്കുറിച്ചും അവരോട് വിശദീകരിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ട് മതിയായില്ല എന്നൊക്കെ. അത് മാത്രമല്ല, സിസേറിയനെ കുറിച്ചും ശരീരം കീറി മുറിക്കുന്നതിനെ കുറിച്ചുമല്ല. എങ്ങനെയാണ് 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് ഇതൊക്കെ വിശദീകരിക്കാൻ സാധിക്കുന്നത്? അവൾ വളർന്നു, 9 വയസ്സായി. പലപ്പോഴും അവൾ രക്ഷിതാക്കളോട് ചോദിച്ചിരുന്നു, തന്നെ ഒന്ന് മധുരയിലേക്ക് കൊണ്ടുപോകുമോ എന്ന്. പോകെ പോകെ അവരത് ശ്രദ്ധിക്കാതെയായി. ഒരിക്കൽ അവളുടെ വീട്ടിൽ വന്ന ഒരു ബന്ധു അവളോട് പറഞ്ഞു, നിന്റെ കഴിഞ്ഞ ജന്മത്തിലെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞു തന്നാൽ നിന്നെ ഞാൻ മധുരയിലേക്ക് കൊണ്ടുപോകാം എന്ന്. അവൾ രഹസ്യമായി അയാളോട് പറഞ്ഞു, കേദാർനാഥ് ചബ്ബെ. എന്നാൽ മധുരയിലേക്ക് പോകാൻ അവളുടെ രക്ഷിതാക്കൾ സമ്മതിച്ചില്ല. പക്ഷെ ആ ബന്ധു അവളെ സഹായിച്ചു. ശാന്തിദേവി പറഞ്ഞ വിഷയങ്ങളെല്ലാം വെച്ച് അയാൾ കേദാർനാഥ് ചബ്ബയ്ക്ക് ഒരു കത്തയച്ചു. ദിവസങ്ങൾക്ക് ശേഷം കേദാർനാഥിൽ നിന്നും മറുപടിയും വന്നു. ശാന്തിദേവി പറഞ്ഞ വിഷയങ്ങളെല്ലാം സത്യം തന്നെയാണ് എന്ന്, അദ്ദേഹത്തിന് അവളെ കാണാൻ താല്പര്യമുണ്ട് എന്നും. ഡൽഹിയിലുള്ള തൻ്റെ ഒരു ബന്ധുവിന് ശാന്തിദേവിയെ നേരിട്ട് കാണാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനും അദ്ദേഹം കത്തിലൂടെ വിശദീകരിച്ചിരുന്നു. പണ്ഡിറ്റ് കാഞ്ചിമൽ എന്നായിരുന്നു ഡൽഹിയിലുള്ള കേദാർനാഥിന്റെ ബന്ധുവിന്റെ പേര്. അദ്ദേഹം ശാന്തിദേവിയെ കാണുവാനായി എത്തി. എത്രയോ വർഷം പരിചയമുള്ള ഒരു വ്യക്തിയെ കണ്ടതുപോലെയായിരുന്നു ശാന്തിദേവി പണ്ഡിറ്റിനോട് പെരുമാറിയത്. അവൾ അദ്ദേഹത്തോട് രഹസ്യമായി പറഞ്ഞു, മധുരയിലെ തൻ്റെ വീട്ടിൽ താൻ രഹസ്യമായ ഒരു കെട്ട് പണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. 1935 നവംബർ 12-നാണ് കേദാർനാഥ് ഡൽഹിയിലേക്ക് എത്തുന്നത്. കൂടെ പണ്ഡിറ്റ് കാഞ്ചിമലും മകനുമുണ്ടായിരുന്നു. ശാന്തിദേവിയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായാണ് അയാൾ കേദാർനാഥിനെ പരിചയപ്പെടുത്തിയത്. ശാന്തിദേവി ആകെ നാണിച്ചു നിൽക്കുകയായിരുന്നു. മുജ്ജന്മത്തിലെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ കണ്ട് ഇവളെന്തിനാണ് നാണിക്കുന്നത് എന്ന് ആരോ ചോദിച്ചു. അവരോട് ശാന്തിദേവി മറുപടി പറഞ്ഞു, ഇതെൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനല്ല, ഇത് തന്നെയാണ് എൻ്റെ ഭർത്താവ് എന്ന്. ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ ഭർത്താവ് സുന്ദരനാണ് എന്നും അദ്ദേഹത്തിൻ്റെ ഇടത്തെ കവിളിൽ ഒരു അരിമ്പാറയുണ്ട് എന്നും. അവൾ അമ്മയോട് പറഞ്ഞു. ശരിയായിരുന്നു. 6-ാമത്തെ വയസ്സിൽ ശാന്തിദേവി എങ്ങനെയാണോ അവളുടെ ഭർത്താവിനെ വർണ്ണിച്ചത്, അതുപോലെ തന്നെയായിരുന്നു കേദാർനാഥ്. അവളുടെ രക്ഷിതാക്കൾക്ക് ഒരു വാക്കും പറയാനുണ്ടായിരുന്നില്ല. അതിഥികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനായി അകത്തേക്ക് പോയ അമ്മയോട് ശാന്തിദേവി വിളിച്ചു പറഞ്ഞു, അമ്മേ, ആലുപൊറോട്ടയും മത്തൻ കറിയും ഉണ്ടാക്കിയാൽ മതി കേട്ടോ, അദ്ദേഹത്തിന് അതാണ് ഇഷ്ടം. അന്ന് വരെ അത്രത്തോളം കേദാർനാഥ് അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ ഭാര്യ മരണപ്പെട്ടിട്ടും പുനർജനിച്ചിട്ടും തൻ്റെ ഇഷ്ടങ്ങൾ മറന്നുപോയിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ കണ്ണുകൾ അർത്ഥമാക്കിയിരുന്നത്. കേദാർനാഥിന് പിന്നിൽ ഒളിച്ചു നിന്നിരുന്ന 10 വയസ്സുകാരനായ നവനീതിനെ അവൾ കണ്ടു. സമപ്രായക്കാരനായ ഒരു കുഞ്ഞിനെ കണ്ട മുഖഭാവമായിരുന്നില്ല അവളെ. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം കുഞ്ഞിനെ കാണുന്ന ഒരമ്മയുടെ മുഖഭാവമായിരുന്നു. അവൾ ഓടിച്ചെന്ന് അവനെ വാരിപ്പുണർന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന കളിപ്പാട്ടം അവന് നേരെ നീട്ടി. അതുകണ്ട് ചുറ്റുമുള്ളവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ശാന്തിദേവി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത്? കേദാർനാഥിനൊന്നും മനസ്സിലായില്ല. നിങ്ങൾ എന്തിനാണ് 2ാമത് വിവാഹം കഴിച്ചത്? നമ്മൾ തീരുമാനിച്ചിരുന്നതല്ലേ നമ്മളിൽ ഒരാൾ മരണപ്പെട്ടാലും മറ്റേയാൾ വിവാഹം കഴിക്കില്ല എന്ന്. ആ ചോദ്യത്തിന് കേദാർനാഥിന് മറുപടി ഉണ്ടായിരുന്നില്ല. അവർ പോയ ശേഷം ശാന്തിദേവിക്ക് ഒന്നിനോടും താല്പര്യമുണ്ടായിരുന്നില്ല. തന്നെ മധുരയിലേക്ക് വിടണമെന്ന് അവൾ രക്ഷിതാക്കളുടെ കാല് പിടിച്ച് കേണപേക്ഷിച്ചിരുന്നു. പക്ഷേ അവർ സമ്മതിച്ചില്ല. അപ്പോഴേക്കും ശാന്തിദേവിയുടെ പുനർജന്മത്തിന്റെ കഥ നാട് മുഴുവൻ പാട്ടായിരുന്നു. ആ ഒരു വാർത്ത മഹാത്മാഗാന്ധിയുടെ കാതിലും എത്തിയിരുന്നു. പ്രമുഖരായ പാർലമെന്റ് അംഗങ്ങളെയും ചില ദേശീയ നേതാക്കളെയും അടക്കം 15 പേരെ അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹം ചുമതലപ്പെടുത്തി. ഗാന്ധി ഇടപെട്ടതുകൊണ്ട് തന്നെ ആ കമ്മിറ്റിയോടൊപ്പം മകളെ വിട്ടയക്കാൻ ആ രക്ഷിതാക്കളും തയ്യാറായി. ഒരുപാട് പരിചയമുള്ള ഒരു സ്ഥലത്തെത്തിയതുപോലെയായിരുന്നു ശാന്തിദേവി മധുരയിൽ വന്നിറങ്ങിയത് എന്ന് അവരുടെ റിപ്പോർട്ടുകൾ പറയുന്നു. മധുരയിലെ പല ലാൻഡ്മാർക്കുകളും അവൾക്ക് മനഃപ്പാടമായതുപോലെയായിരുന്നു. വീട്ടിലേക്ക് ചെന്നെത്തിയപ്പോൾ തന്നെ ശാന്തിദേവി ആദ്യം പറഞ്ഞത്, ഇവിടെ ഒരു കിണറുണ്ടായിരുന്നല്ലോ എന്നാണ്. എന്നാൽ അങ്ങനെ ഒരു കിണറിന്റെ സൂചന പോലും അവിടെ ഉണ്ടായിരുന്നില്ല.
അന്വേഷണത്തിൽ മനസ്സിലായത് വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ഒരു കിണറുണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു. വീട്ടിലേക്ക് കയറിയ ശാന്തിദേവി അവിടെ കുഴിച്ചിട്ട പണം അന്വേഷിച്ചിരുന്നു. എന്നാൽ അത് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ കേദാർനാഥ് പറയുന്നു ലഗ്ദിയുടെ മരണത്തിന് ശേഷം ആ പണം താൻ കുഴിച്ചെടുക്കുകയായിരുന്നു എന്ന്. ലഗ്ദിയുടെ വീട്ടിലേക്ക് എത്തിയ ശാന്തിദേവി അവരുടെ അച്ഛനെയും അമ്മയെയും സ്വന്തം അച്ഛനും അമ്മയുമായി തിരിച്ചറിയുകയായിരുന്നു. ശാന്തിദേവി പറഞ്ഞതിൽ 100% യാഥാർത്ഥ്യം തന്നെയാണ് എന്നായിരുന്നു കമ്മിറ്റിയുടെ റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തിയത്. എന്നാൽ ഇതെല്ലാം വെറും തട്ടിപ്പ് മാത്രമാണ് എന്ന് വാദിക്കുന്ന വിമർശകർ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ അത് തെളിയിക്കാൻ പാകത്തിനുള്ള തെളിവുകളൊന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുനർജന്മം അവകാശപ്പെടുന്നവരിൽ ലെജൻഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് ശാന്തിദേവി. അവരുടെ അനുഭവങ്ങളെ പരിശോധിച്ചവരുടെ പ്രാധാന്യം തന്നെയാണ് അവരെ ഒരു ലെജൻഡാക്കി മാറ്റുന്നത്. ഡോക്ടർ ഇന്ദിരാ സെന്നിനെ പോലുള്ള പ്രഗത്ഭരാണ് അതിന് പിന്നിൽ. ശാന്തിദേവി മുന്നേയും മധുരയിൽ പോയിരുന്നു എന്നും പലരും വാദിച്ചിരുന്നുവെങ്കിലും അവർ ആദ്യമായി മധുരയിലേക്ക് ചെന്നത് ഗാന്ധി ചുമതലപ്പെടുത്തിയ കമ്മിറ്റിയോടൊപ്പമാണ് എന്ന് കൃത്യമായ തെളിവുകളുള്ള യാഥാർത്ഥ്യമാണ്. മരണക്കിടക്കയിൽ തനിക്ക് തന്ന വാക്ക് ഭർത്താവ് തെറ്റിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, കമ്മിറ്റിയോടൊപ്പം അവർ ഡൽഹിയിലേക്ക് തിരിച്ചു വന്നിരുന്നു. പക്ഷേ അവർ അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ ജന്മത്തിൽ മകനെയും ഭർത്താവിനെയും തനിച്ചാക്കി പോകേണ്ടി വന്നുവെങ്കിലും പുനർജന്മത്തിലും അവർ അവരുടെ വാക്ക് പാലിച്ചിരുന്നു. 1987 ഡിസംബർ 27 അവർ മരണപ്പെടുമ്പോഴും അവർ അവിവാഹിതയായിരുന്നു. പുനർജന്മം എന്നത് യാഥാർത്ഥ്യമാണ് എങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ കഴിഞ്ഞ ജന്മം ഓർമ്മയിൽ വരുന്നില്ല? ചിലർക്ക് മാത്രം ആ ഓർമ്മകൾ വരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ അത് വിശ്വാസയോഗ്യമല്ലാതാവുന്നത്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അങ്ങനെ എല്ലാവർക്കും എല്ലാം സാധിക്കുമോ? സൈക്കോളജി ഇതിനെ വിശദീകരിക്കുന്നത് ഇവന്റ് ബൗണ്ടറി എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ചില ചിത്രങ്ങളും ഗന്ധങ്ങളും അനുഭവങ്ങളും ഒക്കെ ചേർന്നുള്ള പാക്കറ്റുകളായാണ് തലച്ചോർ സൂക്ഷിക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പേ നടന്ന ചിലത് നോക്കുമ്പോൾ ആ പാക്കറ്റിൽ നിന്നുമാണ് നമുക്ക് ഒരു കഥ പോലെ ഓർമ്മകൾ ലഭിക്കുന്നത്. എന്നാൽ ഇതിൽ പല പാക്കറ്റുകളും നമുക്ക് നഷ്ടമാകാറുണ്ട്, ഈ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ. ഉദാഹരണത്തിന്, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചു, എന്നാൽ തൊട്ടടുത്ത നിമിഷം നമ്മളത് മറന്നുപോയി. പിന്നീട് ആരൊക്കെ എത്ര കഷ്ടപ്പെട്ട് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു സംശയത്തോടു കൂടി മാത്രമേ അത് നമ്മൾക്ക് ഓർക്കാൻ സാധിക്കുകയുള്ളൂ. ഏതാണ്ട് അതുപോലെ തന്നെയാണ് മുജ്ജന്മമെന്നാണ് പലരും വിശദീകരിക്കുന്നത്. പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവും, പക്ഷേ തൊട്ടടുത്ത നിമിഷം എന്തിനായിരുന്നു നമ്മൾ തയ്യാറായത് എന്ന് പോലും നമ്മൾ മറന്നുപോകും. ഏതാണ്ട് അതുപോലെ. ഇടയ്ക്ക് ഞാൻ ചിന്തിക്കുന്ന ഭ്രാന്തമായ ഒരു ചിന്തയുണ്ട്. അതായത്, ഒരു ശരീരത്തിന് മരണം സംഭവിക്കുമ്പോൾ അതിൽ നിന്നും പുറത്തു കിടക്കുന്ന ആത്മാവ് അല്ലെങ്കിൽ എനർജി മറ്റൊരു ശരീരത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകുമോ? കുമിള പോലുള്ള ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് ശരീരമെങ്കിലോ? അങ്ങനെയെങ്കിൽ മറ്റൊരു ശരീരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ആത്മാവ് എത്രയും പെട്ടെന്ന് വീണ്ടും ഈ കുമിളയിലേക്ക് കടക്കുമ്പോൾ മാത്രമാണെങ്കിലോ തൊട്ടു മുമ്പത്തെ ജന്മത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകുന്നത്? അങ്ങനെയും സംഭവിക്കാം, അല്ലെ? ശാസ്ത്രം ഇതിനെക്കുറിച്ച് തെളിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഇവന്റ് ബൗണ്ടറി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ചിലർക്ക് ജന്മനാൽ അത് ലഭിക്കും, ചിലർക്ക് മരണത്തോടടുക്കുമ്പോൾ അത് ലഭിക്കും, ചിലർക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് അത് ലഭിക്കും. അതാണ് മുജ്ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. അത് ലഭിക്കുന്നവർക്ക് അത് സത്യമായി തോന്നും, മറ്റുള്ളവർക്ക് അത് ഭ്രാന്തായി തോന്നും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.